നമസ്കാരം ഡോക്ടർ. നമസ്തേ. ഇപ്പോൾ എത്ര വർഷമായി ഇങ്ങനൊരു ഗോശാല ഇവിടെ തുടങ്ങിയിട്ട്? ഞങ്ങളിവിടെ കൺസ്ട്രക്ഷൻ ആയിട്ട് ഒരു 4 ഇയേഴ്സ് ആയി. ബട്ട് അതിനേ മുമ്പ് ഒരു 10 ഇയേഴ്സ് മുമ്പ് ഞങ്ങളുടെ അടുത്ത് പണിക്കാരുടെ വീട്ടിൽ ഒരു 6 വെച്ചൂർ പശുക്കളാണ് ആദ്യം എടുത്തത്. പിന്നെ കാസർഗോഡ് കുള്ളന് ഇങ്ങനെ. പിന്നെ ഞങ്ങളെ വീട്ടിലെ കുറച്ച് ഒരു 10-15 വീട്ടിൽ ഞങ്ങൾ വളർത്തുന്നുണ്ടായിരുന്നേ. ഒരു 30 പശുക്കളായിട്ട് ശേഷം ഞങ്ങൾ 4 ഇയേഴ്സ് ബിഫോർ ഈ ഒരു ഗോശാല ഇവിടുത്തെ ഈ ഗോശാല കൺസ്ട്രക്ഷൻ ചെയ്തത്. പിന്നെ അത് ഡബിൾ ട്രിപ്പിൾ ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ ഓരോരോ ഗോശാല ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 ഗോശാല ഉണ്ട്. ഇപ്പോൾ ഒരു 193 കൗസ് ഇവിടെ ഉണ്ട്. ഈ 4 എവിടെ ആയിട്ടാണ്? 4 ഗോശാലകളുണ്ടെന്ന് പറഞ്ഞില്ലേ, എവിടെയായിട്ടാണ് ബാക്കി ഗോശാലകൾ? അങ്ങനെയല്ല, ഇത് ഇപ്പോൾ ഇവിടുത്തെ കാണുന്ന ഇത് ആദ്യത്തെ കൗഷെഡാണ്. സെക്കൻഡ് ജസ്റ്റ് ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ കാണുന്ന അതൊരു ഗോശാലാണ്. അവിടെ പശുക്കളെന്ന് കട്ടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് അളക്കാൻ അങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഹോറികൾ ബുൾസിൻ്റെ ഗോശാലകൾ ഉണ്ട്. അങ്ങനെയായിട്ട് ഇവിടെ തന്നെ ഞങ്ങളെ ഈ ഒരു കമ്പൗണ്ടിൽ വീട്ടിൻ്റെ അടുത്ത് തന്നെ 4 ഗോശാല. ഇപ്പോൾ മൊത്തത്തിൽ എത്ര ഇനം പശുക്കൾ ഇവിടെയുണ്ട്? ഇവിടെ ഇപ്പോൾ 193 കൗസാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതിൽ ഒരു മോർ ദൻ 50 പശുക്കളാണ്. പിന്നെ ബാക്കി ബുൾസുകളാണ്. പിന്നെ ചെറിയ കാഫ് ഇതെല്ലാം ചെറിയ പശു കുഞ്ഞുങ്ങളെന്നെല്ലാം കൂട്ടിയിട്ട് ഒരു 193 ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇന്ത്യത്തിൻ്റെ ഒരു 9 ബ്രീഡ്സ് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്ത്യത്തിൽ ഒരു മോർ ദൻ 28 ബ്രീഡ് ആക്ച്വലി ആണ് ഉണ്ടത്. അതിൽ ഞങ്ങൾ ഈ ഗോശാലയിൽ 9 ബ്രീഡ്സ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ വൈറ്റ് ഇത് പശുക്കളാണ്. അപ്പുറത്തത് അത് ബുല്ലാണ്. അതിൻ്റെ പേര് ശിവൻ. അത് ഒങ്കോൾ ബ്രീഡാണ്. ആന്ധ്രത്തിൻ്റെ ബ്രീഡാണ്, ആന്ധ്രാപ്രദേശത്തിൻ്റെ ബ്രീഡാണ്. ഈ വൈറ്റ് ഈ 2 പശുക്കളാണ്. ഗംഗെ ഗൗരി അതിൻ്റെ പേര്. പിന്നെ അത് ബുല്ലാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ ബ്രൗൺ കളറിൻ്റെ പശുക്കളെല്ലാം ഇത് ഗീർ പശുക്കളാണ്. ഇത് ഗുജറാത്തിൽ കണ്ടുവരുന്നത്. കുറേ ഒരു 25 അത്ര ഞങ്ങളുടെ അടുത്ത് ഗീർ പശുക്കളുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ പശുക്കൾ വെച്ചൂര്, പിന്നെ കാസർഗോഡ് കുള്ളന്. പിന്നെ ഇത് ബർഗൂർ ബ്രീഡാണ്, തമിഴ്നാടിൻ്റെ. ഇവിടെ കാണുന്ന ഇത് ബർഗൂർ ബ്രീഡാണ്. പിന്നെ പുറത്തത് വെച്ചൂര്. ഇങ്ങനെ കുറേ ഒരു 9 വെറൈറ്റീസ് ഉണ്ട്. കപില ഉണ്ട്, ഹള്ളിക്കാറുണ്ട്, അത് കർണാടകത്തിൻ്റെ ബ്രീഡാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ കോൺക്രേജ് പറഞ്ഞിട്ട് ഇത് രാജസ്ഥാനിൻ്റെ ബ്രീഡ്. ഇതിൻ്റെ ബുൾസ് അപ്പുറത്തെ ഗോശാലയിലുണ്ട്. ഇത് ഞങ്ങളിവിടെ ഓരോരോ ബ്രീഡ്സ് അങ്ങനെ ഇപ്പോൾ ഗീറുണ്ടെങ്കിൽ ഗീർ കാളിൻ്റെ മാത്രം ക്രോസ് ആക്കിയിട്ട് അങ്ങനെ ബ്രീഡിങ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മിക്സ് ബ്രീഡ് ഇവിടെ ബ്രീഡിൽ മിക്സിങ് ആവുന്നില്ല. പിന്നെ നാച്ചുറലായിട്ട് ക്രോസിങ്, ഇൻസെമിനേഷൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ കാലിത്തീറ്റങ്ങൾ അങ്ങനത്തെ കൊടുക്കുന്നില്ല. ഇവിടെ എല്ലാം ഒരു നാച്ചുറലായിട്ട് എല്ലാം നടത്തി അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
ഉൽപ്പന്നങ്ങൾ തുടങ്ങിയത് ഉദ്ദേശം ഞങ്ങൾ ഇതിൻ്റെ ഈ പശുവിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മനസ്സിലാവാൻ, ഈ പശുവിൻ്റെ എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കാനാവും. പാല് മാത്രമല്ല, മാക്സിമം ആൾക്കാർക്ക് പശു മീൻസ് ഓൺലി പാല് കൊടുക്കുന്ന ഒരു സാധനം മാത്രമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. ബട്ട് ഞങ്ങളിവിടെ പാലിൻ്റെ ആദ്യം മുതൽ പാല് ഞങ്ങളെ മെയിൻ ഫോക്കസ് ആയിട്ടില്ല. പാല് മാത്രമല്ല, പശുവിൻ്റെ നമുക്ക് ഗോമൂത്ര, ചാണക, നെയ്യ്, തൈര്, മോര്, എത്രയോ സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ട്. പാൽ ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നില്ല. ബാക്കി ഗോമൂത്രം ഞങ്ങൾ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് ഗോമൂത്ര അർക്ക ഉണ്ടാക്കാനുണ്ട്. അത് ആയുർവേദത്തിൽ അതിൻ്റെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ ഗോമൂത്ര അർക്കത്തിന് അതിന് യൂസ് ചെയ്തിട്ട് കുറേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുണ്ട് കുറേ സാധനങ്ങൾ, ഫ്ലോർ ക്ലീനർ, ഹാൻഡ് വാഷ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാനുണ്ട്. ഗോശാലയുടെ മൊത്തത്തിലുള്ള നടത്തിപ്പ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് പറയാം? ഇത് മെയിൻ ഇതിന് എൻ്റെ ഹസ്ബൻഡ് വിഷ്ണുപ്രസാദ് അവരാണ്. അവർ അസ്ട്രോളജറാണ്. അവർ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്തത്. പിന്നെ എല്ലാവരും ഇപ്പോൾ കുറേ ഒരു 14 വർക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോരോ സെക്ഷനിന് ഓരോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിട്ടിട്ട് ഇപ്പോൾ ക്ലീനിങ്ങിന്, പിന്നെ പുല്ലിന്, ഇങ്ങനെ ആയിട്ട് പിന്നെ നാട്ടുകാർ ഒരു 5-6 നാട്ടുകാരുണ്ട്. പിന്നെ ഹിന്ദി വർക്കേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട്. പശുവിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കാനായിരുന്നു, അവയർനെസ് വരാൻ അങ്ങനെ പ്രൊഡക്ഷനെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഡൊണേഷന് ഇങ്ങനെ ഇതായിട്ട് ഇതിലെല്ലാം ഇപ്പോൾ കുറച്ച് ചെറിയ ഡൊണേഷൻ ഇങ്ങനെയെല്ലാം കിട്ടുന്നുണ്ട്. ഏതെങ്കിലും ഇനം പശുവിനൊക്കെ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ എങ്ങനെയാണ് ചികിത്സ കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഇവിടെ ഈ നാടൻ പശുക്കൾ ഹൈലി അവർക്ക് റെസിസ്റ്റൻസ് പവറുണ്ട്. അവർക്ക് അങ്ങനെ അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ്. അങ്ങനെ വന്നെങ്കിലും നമുക്ക് ഈ ഡെലിവറി ടൈമിൽ ചെറിയ എന്തായാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ഡോക്ടർ കൃഷ്ണമൂർത്തി ബദിയടുക്ക അവർ ഞങ്ങൾ എന്താ ഉണ്ടെങ്കിലും അവരെന്നെ എപ്പോഴും വിളിക്കും. അങ്ങനെ ഇവർക്ക് വാക്സിനേഷൻ അങ്ങനത്തത് ആവശ്യം ഇല്ല. അത്ര ഒരു വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.